ഹലോ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ കണ്ടത്. മീനിങ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ഇവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് എൻ്റർപ്രണർ എന്നുള്ള ആ കൺസെപ്റ്റ് എങ്ങനെയാണ് വന്നത് അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ദ വേർഡ് എൻ്റർപ്രണർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് എൻ്റർപ്രണർ മീൻസ് ടു അണ്ടർടേക്ക്. അതായത് എൻ്റർപ്രണർ എന്നുള്ള ആ വേർഡ് വന്നത് ഫ്രഞ്ച് വേർഡായ എൻ്റർപ്രണർ എന്നുള്ളതിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം അണ്ടർടേക്ക് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ദസ് എൻ്റർപ്രണർ ഈസ് ദ പേഴ്സൺ ഹു അണ്ടർടേക്ക് ദ റിസ്ക് ഓഫ് ന്യൂ എൻ്റർപ്രൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എൻ്റർപ്രണർ എന്ന് പറഞ്ഞ ആൾ ഒരു പുതിയ ബിസിനസ് നടത്താനുള്ള റിസ്ക് ഏറ്റെടുക്കുന്ന ഒരാൾക്ക് പറയുന്ന പേരാണ് എൻ്റർപ്രണർ. അതിൻ്റെ ഇവല്യൂഷനാണ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തത് ഏർലി പീരീഡിൽ ദ ഏർലിയസ്റ്റ് ഡെഫിനിഷൻ of the entrepreneur as a go-between is Marco Polo. Marco Polo ആണ് ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നിട്ടത്. He tried to establish trade route to the east. He used to sign a contract with a vendor capitalist to sell his goods. അതായത് എൻ്റർപ്രണർ ചെയ്യുന്നത് ഒരു വെൻഡർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ റിസ്ക്കുള്ള ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളുമായിട്ടൊരു കോൺടാക്റ്റ് ഏർപ്പെടുന്ന ആളാണ് അയാളുടെ ഗുഡ്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ക്യാപിറ്റലിസ്റ്റ് വേഴ്സ് ദ റിസ്ക് ബിയറർ. ഇതിൽ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് റിസ്ക് ഒക്കെ ഏറ്റെടുക്കുന്ന ആൾ. ദ മെർച്ചൻ്റ് അഡ്വഞ്ചർ ടുക്ക് ദ റോൾ ഓഫ് ട്രേഡിങ്. ഇയാൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ട്രേഡിങ് എന്നുള്ള ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ആഫ്റ്റർ ഈ സക്സസ്ഫുൾ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് കംപ്ലീറ്റിംഗ് ഹിസ് ട്രിപ്സ് ദ പ്രോഫിറ്റ്സ് വർ ഷെയർഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദ മെർച്ചൻ്റ്. മെർച്ചൻറ്റും ക്യാപിറ്റലിസ്റ്റും എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അപ്പോൾ ഒരു മെർച്ചൻ്റാണ് ഇവിടെ ഒരു എൻ്റർപ്രണർ എന്ന് വെച്ചാൽ അയാൾ എന്ത് ചെയ്യും, ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ചെയ്യും അയാളുടെ ഗുഡ്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, അതിൽ യാത്ര ചെയ്തിട്ട് അഡ്വഞ്ചർ യാത്രയാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അയാളുടെ ഗുഡ്സൊക്കെ വിറ്റ് കൊടുക്കും. ആ വിറ്റ് കിട്ടുന്ന ആ ലാഭം അത് അതിൻ്റെ ഒരു പോർഷൻ ഇയാൾക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് ബിസിനസ് പരമായിട്ട് റിസ്ക് ഒന്നും ഏറ്റെടുക്കുന്നില്ല. പക്ഷേ ഇയാൾ ചെറിയ രീതിയിൽ ഇയാളെ ഗുഡ്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിസ്റ്റിൻ്റെ ഗുഡ്സ് സെയിൽ ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത്തത് മിഡിൽ ഏജ് ആണ്. ദ ടേം എൻ്റർപ്രണർ വാസ് റെഫേർഡ് ടു എ പേഴ്സൺ ഹു വാസ് മാനേജിങ് ലാർജ് പ്രൊജക്ട്സ്. വൻകിട പ്രൊജക്ട്സൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് ഇതിൽ എൻ്റർപ്രണർ. ഹി വാസ് നോട്ട് ടേക്കിംഗ് എനി റിസ്ക് ബട്ട് was managing the projects using the resources provided. ഇവിടെയും എൻ്റർപ്രണർ റിസ്ക് ഒന്നും എടുക്കുന്നില്ല, പക്ഷേ ആ പ്രൊജക്റ്റ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇസ് ദ ക്ലറിക് ഹു ഈസ് ഇൻ ചാർജ് ഓഫ് ഗ്രേറ്റ് ആർക്കിടെക്ചർ വർക്ക് സച്ച് ആസ് കാസ്റ്റൽ, പബ്ലിക് ബിൽഡിംഗ്, കാത്തഡ്രൽ എക്സെട്ര. അതായത് ഇവിടെ പറയുന്നത് ഒരു ആർക്കിടെക്ചർ അയാളുടെ വർക്ക് ചെയ്യുന്നത് മാത്രം. അയാൾ വേറെ അതിൽ റിസ്ക് ഒന്നും ഏറ്റെടുക്കുന്നില്ല. ഇനി 17th സെഞ്ച്വറിയാണ്. എൻ്റർപ്രണർ വാസ് എ പേഴ്സൺ ഹു എൻറ്റേർഡ് ഇൻ ടു എ കോൺട്രാക്ച്വൽ അറേഞ്ച്മെൻറ്റ് വിത്ത് ദ ഗവൺമെൻറ്റായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളാണ് 17th സെഞ്ച്വറിയിൽ എൻ്റർപ്രണർ. എന്തിനാണ് കോൺട്രാക്ട് ചെയ്യുന്നത് വെച്ചാൽ ടു പെർഫോം എ സർവീസ് ഓർ ടു സപ്ലൈ സം ഗുഡ്സ്. ഒന്നെങ്കിൽ ഒരു സർവീസ് നൽകി അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യാം. ദ പ്രോഫിറ്റ് വാസ് ടേക്കൺ ലോസ് വാസ് ബോൺ ബൈ ദ എൻ്റർപ്രണർ. ഇവിടെ അയാൾക്ക് എന്ത് ചെയ്യുന്നത്, ലാഭം അല്ലെങ്കിൽ നഷ്ടം, അതായത് റിസ്ക് ഏറ്റെടുക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റായിട്ട് ഒരു എഗ്രിമെൻറ്റിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. ഇനി 18th സെഞ്ച്വറിയിലേക്ക് പോകണം. ഇറ്റ് വാസ് റിച്ചാർഡ് കാൻഡിലൻ, ഫ്രഞ്ച് എക്കണോമിസ്റ്റാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഹു അപ്ലൈഡ് ദ ടേം എൻ്റർപ്രണർ ടു ബിസിനസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ബിസിനസ്സിലേക്ക് കാര്യമായിട്ട് ഇറങ്ങുന്ന രീതിയിലേക്കുള്ള ഡെഫിനിഷനാണ് ഇയാൾ തന്നത്. ഈസ് റിഗാർഡഡ് ബൈ ഈസം ആസ് ദ ഫൗണ്ടർ ഓഫ് ദ ടേം. ഈ ഒരു എൻ്റർപ്രണർ പ്രധാനപ്പെട്ട ഫൗണ്ടറായിട്ട് ഇയാൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഈ ഡിഫൈൻഡ് an entrepreneur as a person who buys fact or service at certain prices with a view to sell them at uncertain prices in the future. ഇയാൾ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ഒരു പ്രൈസിൽ വാങ്ങിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ വേറൊരു റേറ്റിൽ, അതായത് എക്സ്ട്രാ റേറ്റിന് വിൽക്കാൻ നോക്കുന്ന ഒരാൾ. അതായത് ഒരാൾക്ക് നിന്ന് സാധനം വാങ്ങിച്ചു അത്
എക്സ്ട്രാ പ്രൈസിന് വിലക്ക് വിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരാളായിട്ടാണ് ഇതിൽ എൻ്റർപ്രണർ മാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഏർലി പീരീഡിൽ പറഞ്ഞു, സെക്കൻഡ് മിഡിൽ ഏജിൽ പറഞ്ഞു, നെക്സ്റ്റ് 17th സെഞ്ച്വറി പറഞ്ഞു, ലാസ്റ്റ് 18th സെഞ്ച്വറിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് 19th സെഞ്ച്വറി. ദ എൻ്റർപ്രണർ വർ നോട്ട് ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഫ്രം മാനേജർ. അതായത് മാനേജറുമായിട്ട് വ്യത്യാസമൊന്നും ഇതിൽ പറയുന്നില്ല. ദേ വർ വ്യൂഡ് മോസ്റ്റ്ലി ഫ്രം ദ ഇക്കണോമിക് പെർസ്പെക്റ്റീവ്. ഹി ടേക്സ് റിസ്ക്, കോൺട്രിബ്യൂട്ട് ഹിസ് ഓൺ ഇനീഷ്യൽ ആൻഡ് സ്കിൽസ്. അതായത് ഇവിടെ റിസ്ക് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അയാളുടെ സ്കിൽസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹി പ്ലാൻസ്, ഓർഗനൈസ് ആൻഡ് ലീഡ്സ് ഹിസ് എൻ്റർപ്രൈസ്. അയാൾ ബിസിനസ്സിന് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഏകദേശം ഒരു മാനേജറിൻ്റെ പോസ്റ്റ് തന്നെയാണ് 19th സെഞ്ച്വറിയിൽ എൻ്റർപ്രണറിൽ. ഇനി 20th സെഞ്ച്വറിയിലേക്ക് പോവാണ്. ഡ്യൂറിങ് ദ ഏർലി 20th സെഞ്ച്വറി ഡ്യൂയിങ് equated the entrepreneur with the business promoter and viewed the promoter as one who transferred ideas into profitable business. ഡ്യൂയിങ് ആണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ ബിസിനസ്സിലേക്ക് ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ, ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഇതിൽ എൻ്റർപ്രണർ. ഇറ്റ് വാസ് ജോസഫ് ഷുംബിറ്റോ ഹു ഡിസ്ക്രൈബ്ഡ് എൻ എൻ്റർപ്രണർ ആസ് എൻ ഇന്നോവേറ്റർ. ജോസഫ് ഷുംബിറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടൈമിൽ എൻ്റർപ്രണർ ഒരു ഇന്നോവേറ്ററായിട്ട്, ഇന്നോവേറ്റർ മീൻസ് പുതിയത് കണ്ടുപിടിക്കുന്ന ഒരാളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട പറയുന്നത് പുതിയൊരു സംരംഭത്തിന് മാനേജ് ചെയ്യുന്ന ഒരാൾ, അതാണ് ഇവിടെ 20th സെഞ്ച്വറിയിൽ എൻ്റർപ്രണർ. അക്കോർഡിംഗ് ടു ഹിം ആൻ എൻ്റർപ്രണർ ഈസ് ആൻ ഇന്നോവേറ്റർ ഹു ഡെവലപ്സ് അൺട്രൈഡ് ടെക്നോളജി. ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ടെക്നോളജി ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു കേസിൽ എൻ്റർപ്രണർ. ഇനി 21st സെഞ്ച്വറിയിലേക്ക് പോവാണ്. റിസർച്ച് സയൻറ്റിസ്റ്റ് ലൈവ് ഡി ബോൺ പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ കംസ് അപ്പ് വിത്ത് ആൻ entirely new idea to be called an entrepreneur, but if he is adding incremental value to the current product or service, he can rightly be called as an entrepreneur. ഇത് ഡി ബോൺ ആണ് ഇതിൽ തന്നിട്ടുള്ളത്. അവിടെ പറയുന്നത് അതായത് ഓൾറെഡി പുതിയത് മാത്രം കണ്ടുപിടിക്കുന്ന ആളല്ല, ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ള സാധനത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സർവീസിൻ്റെ മുകളിൽ എക്സ്ട്രാ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിന്, ഇൻക്രിമെൻ്റൽ വാല്യൂ ആഡ് ചെയ്യുന്ന ആൾക്കും നമുക്ക് എന്തായിട്ട് പറയാം, ഒരു എൻ്റർപ്രണറായിട്ട് പറയാം. അതാണ് 21st സെഞ്ച്വറിയിൽ എൻ്റർപ്രണറായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇവിടെ ഇവല്യൂഷനാണ്. ഇവല്യൂഷനിൽ ഏർലി പീരീഡിൽ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു. പിന്നെ മിഡിൽ ഏജ് 17th സെഞ്ച്വറി, 18th സെഞ്ച്വറി, നെക്സ്റ്റ് 19th സെഞ്ച്വറി, 20th ആൻഡ് ലാസ്റ്റ് 21st സെഞ്ച്വറിയിലാണ് നമ്മൾ എൻ്റർപ്രണറിൻ്റെ ഇവല്യൂഷൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.